ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. തുടക്കത്തിലെ രേണുവിൻ്റെ വീടാണ് കാണിക്കുന്നത്. അവിടെ മഹേഷ് ക്ലീനിങ് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ്റെ മൊബൈലിലേക്കൊരു കോൾ വരുന്നത്. അറിയാത്ത നമ്പറിൽ നിന്നായതുകൊണ്ട് ഒരു നിമിഷം അവൻ സംശയത്തോടെ നിന്ന് ആ കോൾ അറ്റൻഡ് ചെയ്ത് ഹലോ ആരാന്ന് ചോദിക്കുന്നുണ്ട്. മഹേഷേ, അച്ഛനാടാ, ഞാൻ വേറൊരു സിമ്മിന്നാ. ഞാനേ ഇവിടെ വേറൊരു സ്ഥലത്ത് മാറി നിൽക്കായിരുന്നു. ഇവിടെ നിന്റെ അമ്മയും അളിയനും ആ നരുന്ത് പെണ്ണും കൂടി കയറി വന്നു എന്ന് മോഹൻ പറയുമ്പോൾ അതിന് അച്ഛൻ നിൽക്കുന്ന സ്ഥലം അവർക്ക് എങ്ങനെ മനസ്സിലായി എന്ന് മഹേഷും ചോദിക്കുന്നുണ്ട്. ആർക്കറിയാം, ചാവാൻ തീരുമാനിച്ചു വന്നതാവും, അല്ലാതെ പിന്നെന്താ. പിന്നെ നിന്റെ അളിയൻ എന്റെ മുന്നിൽ കുറച്ചാളാവാൻ നോക്കി. പരിധി വിട്ടപ്പോ ഞാൻ ആ പുല്ലനെ വെടിവെച്ചിട്ടു എന്ന് മോഹൻ നിസ്സാരമായി പറയുന്നത് കേട്ട് മഹേഷ് ഞെട്ടിപ്പോകുന്നുണ്ട്. എന്ത് വെടിവെച്ചെന്നോ? എന്നിട്ട് എന്ന് മഹേഷ് പരിഭ്രമത്തോടെ ചോദിക്കുമ്പോ ആ വെടിവെച്ചു. എന്നിട്ട് എന്താവാൻ, എല്ലാരും കൂടി എടുത്ത് ആശുപത്രി കൊണ്ടുപോയി കാണും. ഞാൻ മുട്ടിന് താഴെയാ വെടിവെച്ചത്. കുറച്ചു നാളെ വേദനിക്കട്ടെ, അവൻ കിടന്നു നിരങ്ങട്ടെ എന്ന് മോഹൻ പറയുമ്പോഴേക്കും അച്ഛാ, ഇനി എവിടെ തുടരുന്നത് അപകടമായിരിക്കുമെന്ന് മഹേഷ് പറയുന്നുണ്ട്. അതെ, ഇവിടുന്ന് ഞാൻ മാറുക എന്ന് മോഹൻ പറയുമ്പോൾ ഫോൺ ഉപയോഗിച്ചാലും ട്രേസ് ചെയ്യുമെന്ന് മഹേഷ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇതൊറ്റ തവണയെ ഞാൻ ഉപയോഗിക്കുകയുള്ളൂ. ഞാൻ പറ്റുമ്പോൾ നിന്നെ വിളിക്കാം. അപ്പോൾ നീ എവിടുത്തെ കാര്യങ്ങളൊക്കെ എന്നോട് പറയണമെന്ന് മോഹൻ പറയുമ്പോൾ ശരി അച്ഛാന്ന് മഹേഷും സമ്മതിക്കുന്നുണ്ട്. അതുകൾക്ക് ശരിയെന്ന് പറഞ്ഞ് മോഹനും കോൾ കട്ട് ചെയ്യുന്നുണ്ട്. ദൈവമേ, വെടിവെച്ചെന്നോ എന്ന് പിറുപിറുത്തോണ്ട് മഹേഷ് പരിഭ്രമത്തോടെ നിൽപ്പുണ്ട്. പിന്നീട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന വിഷ്ണുവിനെയാണ് കാണിക്കുന്നത്. അരികെ തന്നെ കാവ്യയും കല്ലുവും രാധയും വിഷ്ണുവിൻ്റെ അമ്മയും വീണയും ടീച്ചറമ്മയും എല്ലാം ഉണ്ട്. നല്ല പെയിനുണ്ടോ അച്ഛാ എന്ന് കല്ലു ചോദിക്കുമ്പോൾ മുറിവിലെ കുത്തുന്ന പോലെയുള്ള വേദന സഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ പെയിൻ കില്ലർ എടുത്തപ്പോൾ കുറവുണ്ടെന്ന് വിഷ്ണുവും പറയുന്നുണ്ട്. അപ്പോഴേക്കും ടീച്ചറമ്മ വീണയെ മാറ്റി നിർത്തി രഹസ്യമായി മോളെ, കാര്യമൊന്ന് ജോണിനെ വിളിച്ച് പറഞ്ഞേക്ക്. മേരിയെ വിളിച്ചാൽ അവൾ പേടിക്കും എന്ന് പറയുമ്പോഴേക്കും ഞാൻ പറയാമെന്ന് പറഞ്ഞ് വീണ കോൾ ചെയ്യാനായി പോകുന്നുണ്ടേ. പുറത്തിറങ്ങിയ വീണ ജോണിനെ കോൾ ചെയ്തുകൊണ്ട് ഹലോ ജോണേട്ടാ, ഒരു കാര്യമുണ്ട്, അത് പറയാനാണ് ഞാൻ വിളിച്ചത്. വിഷ്ണുവേട്ടന് ഒരു പ്രശ്നമുണ്ടായി. വിഷ്ണുവേട്ടനെ ആ മോഹൻ വെടിവെച്ചു എന്ന് വീണ പറയുമ്പോഴേക്കും അയ്യോ, എന്നിട്ട് പ്രശ്നമുണ്ടോ എന്ന് ജോണും അമ്പരപ്പോടെ ചോദിക്കുന്നുണ്ട്. കാലില വെടിയേറ്റത്, സർജറി കഴിഞ്ഞ് റൂമിലാക്കി എന്ന് വീണ പറയുമ്പോൾ അയ്യോ, ഇതെവിടെ വെച്ച സംഭവം? മോഹനെ അറസ്റ്റ് ചെയ്തോ എന്ന് ജോൺ ചോദിക്കുന്നുണ്ട്. അത് നിലമ്പൂരിനടുത്ത് വെച്ചിട്ടാ സംഭവം. ഇല്ല, അറസ്റ്റ് ഒന്നും ചെയ്തില്ല, ആള് വെടിവെച്ചിട്ട് രക്ഷപ്പെട്ടു എന്ന് വീണ പറയുമ്പോൾ അല്ല, വിഷ്ണു സാർ എങ്ങനെ നിലമ്പൂരെത്തിന്ന് ജോൺ ചോദിക്കുന്നുണ്ട്. വിഷ്ണുവേട്ട മാത്രമല്ല, ഞാനും അമ്മയും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു എന്ന് വീണ പറയുമ്പോൾ നിങ്ങൾ എന്തിനാ നിലമ്പൂര് പോയെന്ന് ജോണും. മോഹൻ വിവാഹം കഴിച്ച ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു, അവരെപ്പറ്റി കൂടുതൽ അറിയാനായി പോയതാ. അവിടെന്നാ ഞങ്ങൾ ആ മോഹന്റെ താവളത്തിലെത്തിയത്. വിഷ്ണുവേട്ടനും ആ മോഹനും അവിടെ വെച്ച് അടിയുണ്ടായി. അങ്ങനെയാ പുള്ളി വെടിവെച്ചതെന്ന് വീണ പറയുന്നുണ്ട്. അയാൾ വല്ലാത്തൊരു സൈക്കോയാണ്, നിങ്ങൾ ആളുടെ മുന്നിൽ ചെന്ന് പെട്ടത് തന്നെ അബദ്ധ എന്ന് ജോൺ പറയുമ്പോൾ പറ്റിപ്പോയി ജോണേട്ടാ. അതെ, ടീച്ചറിനോടൊന്ന് പറഞ്ഞേക്കണേ ജോണേട്ടാ, അമ്മ പറഞ്ഞു എന്ന് വീണ പറയുമ്പോൾ ഞാനിപ്പോൾ പുറത്താ, എത്തുമ്പോൾ പറഞ്ഞേക്കാം. എന്തേലും കാര്യമുണ്ടെങ്കിൽ പറയണേ വീണ എന്ന് ജോൺ പറയുമ്പോഴേക്കും ശരി പറഞ്ഞേക്കാം എന്ന് വീണയും പറയുന്നുണ്ട്. ഓക്കെ പറഞ്ഞ് ജോണും കോൾ കട്ട് ചെയ്യുന്നുണ്ടേ. തിരികെ റൂമിലെത്തിയ വീണ അമ്മയോട് പതിയെ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ജോൺ അവളോട് പറഞ്ഞോളുമെന്ന് ടീച്ചർ അമ്മയും അവളോടായി പറയുന്നുണ്ട്. വെടി കൊണ്ടെന്ന് കേട്ടപ്പോൾ എൻ്റെ ഉള്ള ജീവനങ്ങ് പോയിന്ന് വിഷ്ണുവിൻ്റെ അമ്മ ടെൻഷനോടെ പറയുന്നുണ്ട്. അതുകൾക്ക് ടീച്ചറമ്മയും പറയുന്നുണ്ട് ഞങ്ങൾ ഇങ്ങനെയൊന്നും കരുതുന്നില്ലല്ലോ. മോഹൻ രണ്ടാമത് വിവാഹം കഴിച്ചൊരു സ്ത്രീയുണ്ട്, മാലതി. അവരുടെ ബന്ധുക്കളെ കാണാൻ നിലമ്പൂര് വന്നതാ. അതുകൾക്ക് രാധയും ദേഷ്യത്തോടെ അമ്മയ്ക്ക് മാലതിയുടെയും ഗോമതിയുടെയും ബന്ധുക്കളെ കാണണമെങ്കിൽ ഒറ്റയ്ക്ക് പോണം. ഇതിപ്പോൾ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് കിട്ടി. ഇവിടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പോലീസില്ലേ? ഇതെന്താ വേറൊരു അന്വേഷണം എന്ന് രാധ ദേഷ്യത്തോടെ അമ്മയോടായി ചോദിക്കുന്നുണ്ട്. ഇത് ചെയ്തത് നിന്റെ അച്ഛനല്ലേ? അയാളെ നിനക്ക് കുറ്റപ്പെടുത്താൻ വയ്യല്ലേ? ടീച്ചറുടെ കുറ്റം കൊണ്ടാണോ എനിക്കിത് പറ്റിയതെന്ന് വിഷ്ണുവും ചോദിക്കുന്നുണ്ട്. പിന്നല്ലാണ്ട്, വീട്ടിലിരിക്കുന്ന നിങ്ങളെയും വിളിച്ചോണ്ട് അച്ഛൻ മാറി താമസിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയതാരാ? അതിന്റെ ആവശ്യം എന്തോന്നാ? ഇവിടെ ഇത് നോക്കാൻ പോലീസ് ഒന്നും ഇല്ലേ? അവിടെ ചെന്ന് കയറി കൊടുത്തിട്ട് അച്ഛനെ എന്തിനാ കുറ്റം പറയുന്നേ എന്ന് രാധ ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും ഇല്ല, നിന്റെ അച്ഛനെ ഇതിന്റെ പേരിൽ കേരള പോലീസ് ആദരിക്കുന്നുണ്ട് എന്ന് വിഷ്ണുവും പറയുന്നുണ്ട്. അച്ഛൻ ഇങ്ങനെ ഇരിക്കുമ്പോഴാണോ അമ്മ ഇറിറ്റേറ്റ് ചെയ്യുന്നത്? ഒന്നും മിണ്ടാതെ മാറി നിൽക്കുന്ന കല്ലുവും രാധയോടായി പറയുന്നുണ്ട്. കല്ലു, നീ എന്നെ ഭരിക്കാൻ വരല്ലേ എന്ന് രാധ അവളെ വഴക്കു പറയുമ്പോഴേക്കും ഇവിടെ ഇങ്ങനെ ബഹളം വെച്ച ഡോക്ടർ വന്ന് പിടിച്ചിറക്കി വിടും എന്ന് വിഷ്ണുവിൻ്റെ അമ്മയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. വിഷ്ണുവും ആകെ ടെൻഷനോടെ നീ അങ്ങോട്ട് മാറി നിൽക്ക്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറയുന്നുണ്ട്. അതികൾക്ക് രാധയും ദേഷ്യത്തോടെ അമ്മയൊന്ന് നോക്കിയിട്ട് അപ്പുറത്തേക്ക് മാറിയിരിക്കുന്നുണ്ട്. പിന്നീട് കനിയും ജോണും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ് കാണിക്കുന്നത്. ജോണേട്ടാ, നാളെയാണ് ഫ്ലൈറ്റ്. ഇപ്പോൾ ഞാൻ ജോണേട്ടനോട് സംസാരിക്കുന്നുണ്ടെങ്കിലും ചെറിയൊരു ചമ്മലുണ്ട്. അടുത്ത തവണ വരുമ്പോഴേക്കും ഈ ചമ്മലൊന്നും ഇല്ലാതെ സംസാരിക്കാൻ പറ്റും. ഈ യാത്ര എന്നെ ഒന്നുകൂടി ഒന്ന് മാറ്റാനാ എന്ന് കനി പറയുന്നത് കേൾക്കെ പോണമെന്നോ പോണ്ടെന്നോ പറയാൻ എനിക്ക് പറ്റില്ലല്ലോ. അത് കനിയുടെ ഇഷ്ടമല്ലേ?
എന്തായാലും നല്ലതിനാവട്ടെ, നല്ല മാറ്റങ്ങൾ ഉണ്ടാവട്ടെ ലൈഫിൽ എന്ന് ജോണും ആശംസിക്കുന്നുണ്ട്. താങ്ക് യു ജോണേട്ടാ. ഇന്ന് രാത്രി ഒരു പാർട്ടിയുണ്ട് മാധവത്തിൽ. വേറെ ആരുമില്ല, വീട്ടുകാർ മാത്രം. ജോണേട്ടൻ ടീച്ചറേയും കൂട്ടി വരണം എന്ന് കനി പറയുമ്പോൾ അമ്മയ്ക്ക് കാലിൽ ചെറിയ നീരായിട്ടിരിക്കുക, ഞാൻ വരുമെന്ന് ജോൺ സമ്മതിക്കുന്നുണ്ട്. ഓക്കെ ശരി എന്നാ, അപ്പോൾ രാത്രി കാണാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് തൻ്റെ ബുള്ളറ്റും എടുത്ത് പോകുമ്പോഴേക്കും ജോണും ആകെ ടെൻഷനോടെ അവിടെ തന്നെ ഇരിപ്പുണ്ട്. പിന്നീട് ബീച്ചിൽ വന്നിരിക്കുന്ന കനിയെയും കല്ലുവിനെയുമാണ് കാണിക്കുന്നത്. പോകുന്ന പോക്കൊക്കെ കണ്ടിട്ട് കനി കുഞ്ഞ പഠിപ്പൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരാനുള്ള ചാൻസ് ഒന്നും ഞാൻ കാണുന്നില്ല എന്ന് കല്ല് പറയുമ്പോൾ അതെന്താടി അങ്ങനൊരു ടോക്കെന്ന് കനിയും ചോദിക്കുന്നുണ്ട്. വേറെ ആരോട് നമ്പർ ഇറക്കിയാലും കല്ലുവിൻ്റെ അടുത്തത് നടക്കില്ലെന്ന് കനിക്കുഞ്ഞിക്ക് അറിയാലോ എന്ന് കല്ല് ചോദിക്കുമ്പോൾ എൻ്റെ പൊന്നോ ഞാൻ എന്ത് നമ്പർ ഇറക്കിന്നാ എന്ന് കനിയും ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ധൃതി പിടിച്ചുള്ള പോക്കിലെ വേറെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. ഡിറ്റക്റ്റീവ് എക്സിനോട് കളി വേണ്ട കേട്ടോ കുഞ്ഞ എന്ന് കല്ല് പറയുമ്പോൾ വെയിറ്റ്, നീയൊന്ന് സമാധാനപ്പെട്, ഞാൻ പറയാം. സത്യത്തിൽ ഞാൻ പോകുന്നതിൻ്റെ യഥാർത്ഥ കാരണം ഒരാൾക്കേ അറിയൂ എന്ന് കനി പറയുമ്പോഴേക്കും ചാടിക്കയറി ജോണേട്ടനല്ലേ എന്ന് കല്ലുവും ചോദിക്കുന്നുണ്ട്. അത് കേൾക്കെ അമ്പരപ്പോടെ എടി നീ പുലി തന്നെ, നിന്നെ ഞാൻ നമിച്ചു മോളെ എന്ന് കനിയും പറയുന്നുണ്ട്. ജെൻ ആൽഫയെക്കുറിച്ച് നിങ്ങൾക്കൊന്നും ഇപ്പോഴും ഒരു മതിപ്പുമില്ല എന്ന് കല്ല് പറയുമ്പോൾ ഞാനിപ്പോൾ മതിച്ചെടി. അല്ല അതെങ്ങനെ നിനക്ക് പിടികിട്ടി എന്ന് കനിയും ചോദിക്കുന്നുണ്ട്. എങ്ങനെയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു രസം പോയി, പിന്നെ രഹസ്യം അറിയാവുന്ന ആളാവും. ഇനി രഹസ്യം പോരട്ടെ എന്ന് കല്ലുവും പറയുന്നുണ്ട്. എടി നിനക്ക് മെന്റലിസം അറിയോ, സത്യം പറ എന്ന് കനി ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ പിന്നെ പറയാം, ആദ്യം സീക്രട്ട് പറ കുഞ്ഞ എന്ന് കല്ലുവും. ഞാൻ ഈ ഡിറ്റക്റ്റീവ് എക്സിന്റെ അത്ര വരത്തില്ലെങ്കിലും ഒരു സീനില് അത്യാവശ്യം നമ്പറൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് പെട്ടെന്ന് പിടികിട്ടും. അന്ന് സോമൻ സാറിന്റെ മീറ്റിംഗിൽ ഇടങ്കോല് ജോണേട്ടനെയും വീണയും പറ്റി അനാവശ്യം പറഞ്ഞില്ലായിരുന്നു. അന്ന് മേരിക്കുട്ടി ടീച്ചർ മാധവത്തിന്ന് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ കനി ആ കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുന്നുണ്ട്. മേരിക്കുട്ടി ടീച്ചറോട് പോവേണ്ടെന്നും വീണയും ജോണും സഹോദരങ്ങളെ പോലെയാണെന്ന് ഞങ്ങൾക്കെല്ലാം അറിയാമെന്ന് വല്യമ്മ പറഞ്ഞ നേരത്ത് മേരിക്കുട്ടി ടീച്ചറിന്റെ മുഖത്ത് ഒരു പതർച്ച ഞാൻ നോട്ടീസ് ചെയ്തു. അവർക്കിടയിൽ അന്നേരം ഒരു സൈലന്റ് കമ്മ്യൂണിക്കേഷൻ നടന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ അതുകൊണ്ട് പിന്നൊന്ന് കാര്യമായി ശ്രദ്ധിച്ചു. മേരിക്കുട്ടി ടീച്ചർ പോവുമെന്ന് ഉറപ്പായപ്പോൾ ചെറിയമ്മ ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ ജോണേട്ടനും മേരിക്കുട്ടി ടീച്ചറും ശബ്ദം താഴ്ത്തി ഒരു ഡയലോഗ് പറഞ്ഞു. പഴയ കള്ളം ഇങ്ങനെ കിടപ്പുള്ളോണ്ട് ഉള്ളു വല്ലാണ്ടങ്ങ് പൊള്ളുമെന്ന്. ആ ഡയലോഗില് എനിക്ക് എന്തോ ഡൗട്ട് തോന്നി. ഞാൻ ജോണേട്ടനോട് പേഴ്സണലി ഒന്ന് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. മീറ്റ് ചെയ്തു. കണ്ടപ്പോൾ ഞാൻ ഡയറക്റ്റായി ചോദിച്ചു, ജോണേട്ടന് വീണയോട് ഞാൻ അറിയുന്നതിലപ്പുറമായി എന്തെങ്കിലും ഉണ്ടോന്ന്. പുള്ളിക്ക് ഞാനെന്തോ മനസ്സിലാക്കിയിട്ടാ ചോദിക്കുന്നതെന്ന് പിടികിട്ടി. അതുകൊണ്ട് പണ്ട് പുള്ളിക്ക് വീണയെ ഇഷ്ടമായിരുന്നെന്നും പിന്നീട് അത് ബ്രദർലി അഫെക്ഷൻ ആയിന്നും മേരിക്കുട്ടി ടീച്ചർക്കും വീണ മരുമകളായി വരണമെന്നുണ്ടായിരുന്നെന്നും പറഞ്ഞു എന്ന് കനി പറയുന്നത് കേൾക്കെ അമ്പരപ്പോടെ ആണോ എന്ന് കല്ലുവും ചോദിക്കുന്നുണ്ട്. സന്തോഷിന്റെ കാര്യത്തിലും ജോണേട്ടനും മേരിക്കുട്ടി ടീച്ചറും ആയിരുന്നല്ലോ മീഡിയേറ്റർ. അന്നേരമാണ് പോലും അവരാ കാര്യം ഓപ്പൺ ആയിട്ട് സംസാരിച്ചത് എന്ന് കനി പറയുമ്പോൾ ഈ കാര്യം കൊണ്ട് കുഞ്ഞേന്തിന US പോകുന്നതെന്ന് കല്ലു ചോദിക്കുന്നുണ്ട്. ഇനിയാ ടോപ്പ് സീക്രട്ട്, ഇതാരും ഒരിക്കലും അറിയരുത്. ദൃശ്യത്തിൽ ലാലേട്ടൻ പറഞ്ഞ പോലെ ഉള്ളുള്ള കാലം ഇത് നിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം, ആരും അറിയാതെ എന്ന് കനി പറയുമ്പോഴേക്കും അതൊന്നും ആരും അറിയില്ല, ഗ്യാരണ്ടി, കുഞ്ഞ് ധൈര്യമായിട്ട് പറ എന്ന് കല്ലുവോ. എനിക്ക് തമാശകൾക്കപ്പുറത്ത് ജോണേട്ടനോട് ശരിക്കും ഒരു ഇഷ്ടമുണ്ടായിരുന്നു. ഞാൻ അന്നേരം ജോണേട്ടനോട് സംസാരിക്കുമ്പോൾ ഈ കാര്യം പറഞ്ഞുപോയി. അതുമല്ല കുറച്ച് ഇമോഷണൽ ആയിപ്പോയി. ജോണേട്ടന്റെ ഉള്ളിൽ ഞാനില്ലെന്ന് അന്നേരം എനിക്ക് മനസ്സിലായി. ജോണേട്ടൻ എന്നെ അങ്ങനെ കണ്ടിട്ടില്ല, ഇനി അങ്ങനെ കാണില്ലെന്നും ബോധ്യമായി എന്ന് പറഞ്ഞ് അവരന്ന് മീറ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം കനി ഓർത്തെടുക്കുന്നുണ്ട്. എല്ലാം കേട്ട് ടെൻഷനോടെ അതുകൊണ്ടാണോ പോകുന്നതെന്ന് കല്ലുവും ചോദിക്കുന്നുണ്ട്. പിന്നെ ജോണേട്ടന്റെ കാര്യം ചെറിയമ്മയുടെ അടുത്തും വീണയുടെ അടുത്തും ഞാൻ സജസ്റ്റ് ചെയ്തു. സന്തോഷേട്ടന്റെ കാര്യം ഏതായാലും ക്ലോസ് ആയിട്ട് ഇരിക്കുകയാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പക്ഷേ ചെറിയമ്മ ആദ്യമായിട്ടന്ന് എന്നെ കാര്യമായി വഴക്കു പറഞ്ഞു. വീണയും ദേഷ്യപ്പെട്ടു. എനിക്കത് തീരെ സഹിക്കാൻ പറ്റിയില്ല. ഇനിയും ഉള്ളിൽ ഈ രഹസ്യവും ചുമന്നുകൊണ്ട് ഇവിടെ എനിക്ക് പറ്റില്ലടി. ഇതിൽ നിന്നും എനിക്കൊരു ബ്രേക്ക് അത്യാവശ്യമാ കല്ലു. ഞാൻ ലക്ഷ്മി കുഞ്ഞോട് കാര്യം പറഞ്ഞു. കുഞ്ഞിക്ക് കാര്യം മനസ്സിലായി. അങ്ങനെ ഞാൻ അങ്ങോട്ട് പറക്കുന്നു എന്ന് ചിരിയോടെ കനി പറയുന്നുണ്ട്. എന്തായാലും ഭയങ്കര കഥയായി പോയി കുഞ്ഞ എന്ന് കനി പറയുമ്പോൾ കഥ നീ അടിച്ചിറക്കി കളയല്ലേ എന്ന് കനിയും പറയുന്നുണ്ട്. പിന്നീട് കല്ലുവിന്റെ മുഖം കൈക്കുമ്പിളിൽ എടുത്തുകൊണ്ട് അപ്പൊ കല്ലൂസെ വീണ്ടും സന്ധിക്കും വരെ വണക്കം എന്ന് പറഞ്ഞ് അവളെ ചേർത്ത് പിടിക്കുന്നുണ്ട് കനി. പിന്നീട് രാത്രിയാവുമ്പോൾ മാധവത്തിൽ പാർട്ടി നടക്കുന്നതാണ് കാണിക്കുന്നത്. വീടെല്ലാം അലങ്കരിച്ച് കേക്കും മെഴുകുതിരിയുമെല്ലാം കത്തിക്കുമ്പോഴേക്കും കനിയും അങ്ങോട്ടെത്തുന്നുണ്ട്. വല്യമാമയും ലില്ലിമാമിയും റിജിയും ജോണും എല്ലാം പാർട്ടിക്കായി എത്തിയിട്ടുണ്ട്. കനിയെ കണ്ട് ടീച്ചറമ്മ അങ്ങോട്ട് വിളിക്കുമ്പോഴേക്കും കനി ചെന്ന് ചെറിയമ്മയെ ചേർത്ത് പിടിച്ചോണ്ട് സന്തോഷത്തോടെ ആ കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്. അവൾ അതിൽ നിന്നൊരു പീസ് എടുത്ത് ആദ്യം തന്നെ ചെറിയമ്മയ്ക്ക് നൽകുമ്പോഴേക്കും ചെറിയമ്മയും കുറച്ച് കേക്ക് എടുത്ത് അവളുടെ വായിലേക്ക് വെച്ചോണ്ട് അവളുടെ കവിളത്തൊരു ഉമ്മ കൊടുക്കുന്നുണ്ട്. പിന്നീട് അവൾ വല്യമാമയ്ക്കും വീണയ്ക്കും ലില്ലിമാമിക്കും റിജിക്കും
എല്ലാം കേക്ക് നൽകിക്കൊണ്ട് ഒരു നിമിഷം ജോണിനെ ഒന്ന് നോക്കിക്കൊണ്ട് അവന്റെ അരികിലേക്ക് ചെല്ലുമ്പോഴേക്കും അവനും ഒരു പീസ് കേക്ക് എടുത്ത് അവളുടെ വായിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാവരും കേക്ക് ആസ്വദിച്ച് കഴിക്കുമ്പോഴേക്കും ഇനിയൊരു അനൗൺസ്മെന്റ് ഉണ്ടെന്ന് കനി പറയുന്നുണ്ട്. അവർ അമ്പരപ്പോടെ നോക്കുമ്പോഴേക്കും നാളെ എന്നെ എയർപോർട്ടിലേക്ക് യാത്രയാക്കാൻ ദയവ് ചെയ്ത് ആരും വരരുത്. ഒരു റിക്വസ്റ്റ് ആണ്, കരഞ്ഞു കുളമാക്കാൻ ഞാനില്ല എന്നവൾ പറയുന്നത് കേട്ട് എല്ലാവർക്കും വല്ലതാവുന്നുണ്ട്. അപ്പോഴാണ് ചെറിയമ്മ സർപ്രൈസ് എന്ന് പറഞ്ഞ് ഒരു ബോക്സ് അവളുടെ നേരെ നീട്ടുന്നത്. എന്താണെന്ന് അവൾ ചോദിക്കുമ്പോഴേക്കും ചെറിയമ്മ ആ ബോക്സ് തുറന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുള്ളിലൊരു പുതിയ വാച്ച് ആയിരുന്നു. ചെറിയമ്മ അപ്പോഴേക്കും അവളോടായി ഇനി ആ കയ്യിലെ വാച്ച് അങ്ങ് ഊരിക്കളഞ്ഞേ എന്ന് പറയുമ്പോഴേക്കും അവൾ ആ പഴയ വാച്ച് ഊരി മാറ്റുന്നുണ്ട്. ചെറിയമ്മ അവളുടെ കയ്യിലേക്ക് ആ പുതിയ വാച്ച് കെട്ടിക്കൊടുക്കുമ്പോഴേക്കും കൈയടിച്ചേ, എല്ലാവരും കൈയടിച്ചെന്ന് കാനിയും വിളിച്ചു പറയുന്നുണ്ട്. എല്ലാവരും കൈയടിക്കുമ്പോഴേക്കും എങ്ങനുണ്ട്, കൊള്ളാമോ എന്ന് ചെറിയമ്മയും ചോദിക്കുന്നുണ്ട്. അവളും ചിരിയോടെ സമ്മതിച്ചോണ്ട് ഇനി എന്റെ ടൈം ബെസ്റ്റ് ടൈം ആയിരിക്കും, ചെറിയമ്മയുടെ വാച്ചല്ലേന്ന് സന്തോഷത്തോടെ പറയുമ്പോഴേക്കും ചെറിയമ്മയും അവളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. പിന്നീട് എല്ലാവർക്കുമായി കനി ഒരു വിരഹഗാനം ആലപിക്കുന്നുണ്ട്. എല്ലാവരും ചിരിയോടെ ഇരിക്കുമ്പോഴേക്കും ജോണും ടെൻഷനോടെ കനിയുമൊത്തുള്ള നിമിഷങ്ങളെല്ലാം ഓർത്തെടുക്കുന്നുണ്ട്. പാട്ടിനിടയ്ക്ക് കനിയുടെ മേഴുകൾ ജോണിനെ തേടി എത്തുമ്പോഴേക്കും അവനും ആകെ വല്ലാതാവുന്നുണ്ട്. ടീച്ചറമ്മയും കനിയുമൊത്തുള്ള സ്നേഹ നിമിഷങ്ങളെല്ലാം ഓർത്തെടുക്കുന്നുണ്ട്. പാട്ടുപാടി കഴിയുന്നതോടെ എല്ലാവർക്കും ടെൻഷൻ ആവുന്നുണ്ട്. ചിരിയോടെ നിൽക്കുന്ന കനിയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. കനിയെ എല്ലാവരും ചേർന്ന് യാത്ര അയക്കുന്നതാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.